ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചൂടൊക്കെയല്ലേ, അപ്പൊ സൺ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാമേജുകളെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺ ഡാമേജും സൺ പ്രൊട്ടക്ഷനും ഒക്കെ വളരെ സൺ ഡാമേജിനെ പറ്റിയും സൺ പ്രൊട്ടക്ഷനെ പറ്റി ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. മാത്രമല്ല 11 മണി തൊട്ട് 4 മണി വരെയുള്ള യുവിലെസിലെ യാത്രയൊക്കെ കുറയ്ക്കാൻ വരെ ഡോക്ടേഴ്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നു. മാത്രമല്ല എന്തൊക്കെ ഡാമേജുകളാണ് സൺ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഞാൻ 4 കാരണങ്ങളാണ് പറയുന്നത്. അതിനകത്ത് 2 പെട്ടെന്ന് വരുന്നതും 2 ലോങ് റണ്ണിൽ വരുന്നതുമാണ്. ഒന്നെന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന സൺബേൺ, അതായത് സൂര്യാഘാതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചൂട് പുറത്ത് തട്ടിയിട്ട് പൊള്ളല് വന്നിട്ട് നമ്മളിപ്പോ ഈ നീറ്റല് എരിച്ചിൽ മൈൽഡ് തൊട്ട് കുറച്ച് സിവിയർ ആയിട്ട് വരെ വരാം. രണ്ടാമത്തേന്ന് വെച്ചാൽ ടാനിങ് എന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തെറിയും കരിവാളിപ്പ് അടിക്കുന്നതിന് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. അടുത്ത 2 എന്ന് വെച്ചാൽ മെലാസ്മിയും സൺ ഡാമേജ്, സൺ സ്പോട്ടുകൾ, എയ്റ്റ് സ്പോട്ട് അങ്ങനെയൊക്കെ പറയാം. അതായത് സണ്ണിന്റെ ആ ഒരു തട്ടുന്ന കാരണം നമ്മുടെ പുറത്ത് ഒരുപാട് കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ കളർ സ്പോട്സ് വരും. യു വി ലൈറ്റ്സും യു വി എയും യു വി ബിയും അടിച്ചിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ് ആ ഒരു ചെറിയ കുത്തുകൾ നമ്മുടെ സ്കിന്നിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് സൺ കാരണം പ്രധാനമായിട്ടും വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ സ്കിൻ ക്യാൻസർ അതൊക്കെ വരും. ഞാൻ അങ്ങോട്ടൊന്നും പോലെ ഞാൻ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സൺബേണും അതുപോലെ തന്നെ ടാനിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ 2 എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമുക്ക് സൺബേണിനെ പറ്റി പറയാം. അതായത് നമ്മുടെ ചൂട് കൂടുതൽ കാരണം നമ്മുടെ സ്കിന്നകത്ത് ഉണ്ടാവുന്ന ബേണിനെ നമ്മൾ സൺബേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ആണ്. ഇപ്പൊ നമ്മൾ സൺ ഡാമേജിനെ പറ്റി സംസാരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ആണ്. മാത്രമല്ല റീഅപ്ലിക്കേഷൻ ആണ്. പക്ഷെ സൺസ്ക്രീൻ മാത്രം മതിയോ എന്ന് വെച്ചാൽ പോരാ. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മാക്സിമം കുട യൂസ് ചെയ്യുക, ക്യാപ്പ് യൂസ് ചെയ്യുക. ആരെന്ത് പറയുന്നു ഒന്നും നോക്കാതെ നമുക്ക് ചൂടിൽ നിന്ന് സണ്ണിൽ നിന്ന് ഇപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരുപാട് നേരം പുറത്തേക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം തൊപ്പി വെക്കുക, മാസ്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉഷ്ണം കാരണം പറ്റത്തില്ല എന്ന് പറയാം, ബട്ട് സ്റ്റിൽ മാക്സിമം അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ SPF 50 തൊട്ട് PA4+ വരെയുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എനിക്കറിയാം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഈ വിയർപ്പ് വരുമ്പോൾ കുഴന്നാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കൂടുതലും നമ്മളിപ്പോ ഈ കേരള സ്കിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർ കൂടുതലും ഓയിലി കോമ്പിനേഷൻ സ്കിന്നിലൊക്കെ വരുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള സൺസ്ക്രീൻ കൂടുതൽ ലോഷൻ ടൈപ്പ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള സൺസ്ക്രീനുകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒട്ടലും തോന്നും. അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിക്കുക. അക്കോലോജിക്കയുടെ സൺസ്ക്രീൻ എല്ലാം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള, ഡോട്ടൻകയുടെ സൺസ്ക്രീൻ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള, പ്ലമ്മിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എണ്ണമയം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ്ഡ് ഉള്ള സൺസ്ക്രീൻ ഏതെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ രാവിലെ ഇട്ടാൽ മാത്രം മതി, പോരാ. നിങ്ങൾ രാവിലെ ഇടണം. പുറത്ത് രാവിലെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ നിൽക്കുമ്പോഴെങ്കിലും ഒരു 9 മണിയെ കഴിയുമ്പോഴത്തേക്ക് മാക്സിമം സൺസ്ക്രീൻ ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ആൾക്കാർ ചോദിക്കും ഞാൻ വീട്ടിൽ മാത്രം ഇരിക്കും. പ്രത്യേകിച്ചും വീട്ടമ്മമാര് പറയുന്ന കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നതിലോ അപ്പൊ എനിക്ക് സൺസ്ക്രീനിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്നാലും നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. നേരത്തെ 30 മതി എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ടും ഇപ്പോഴത്തെ പുറത്തെ വെയിലിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ടും ഞാൻ പറയുമ്പോൾ ഒരു 50 ഉള്ള SPF 50 PA4+ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾ പുറത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും 2 മണിക്കൂറിനുള്ളിൽ റീഅപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ചോദിക്കും റീഅപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഫേസ് വാഷ് ചെയ്യണം? വേണ്ട. നിങ്ങൾ റീഅപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരുപാട് വിയർപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടിയിട്ട് നമ്മളൊന്ന് തുടച്ചിട്ട് റീഅപ്ലിക്കേഷൻ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ വെള്ളം കഴുകിയിട്ടാണ് നിങ്ങൾ വീണ്ടും സൺസ്ക്രീൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം മാത്രമേ സൺസ്ക്രീൻ ഇടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇങ്ങനെ പൊരിഞ്ഞളവി പീലിംഗ് ആയിട്ട്, അതായത് ഉണ്ടായിട്ട് വരുന്നതാണ് തോന്നുന്നത്. അപ്പൊ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തിട്ട് രാവിലെ സൺസ്ക്രീൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഓൾമോസ്റ്റ് ഒരേ കൺസിസ്റ്റൻസിയിലാവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ലൈറ്റ് വെയ്റ്റഡും സൺസ്ക്രീൻ കൂടുതൽ തിക്കായിട്ട് വന്നാൽ പീലിംഗ് തോന്നും. നിങ്ങൾ ഒരുപാട് സ്കിൻ കെയർ സെറംസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ ഒരു പീലിംഗ് എഫക്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ റീഅപ്ലിക്കേഷന് സ്റ്റിക്ക് സൺസ്ക്രീൻ മതിയോ? പോരാ. ഇപ്പോഴത്തെ ഒരു ഇന്റൻസിറ്റിയിൽ ഒരുപാട് നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ അല്ലാത്ത സൺസ്ക്രീൻ, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്രീം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാർ, ഇത് പ്രത്യേകിച്ച് ആണുങ്ങളോട് പറയുകയാണെങ്കിൽ സഹോദരന്മാരോട് ഫ്രണ്ട്സിനോടും ഒക്കെ പറയുന്നതാണ്. നിങ്ങൾ ഇത് പുറത്ത് ബൈക്ക് ഓട്ടിക്കുകയാണ്, സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രീമുകൾക്ക് ഇടാൻ മടിയാണെന്ന് അറിയാം. പക്ഷേ
കയ്യിലും മുഖത്തും സൺസ്ക്രീൻ ഇടുക. കാര്യം എന്തെന്ന് വെച്ചാൽ സൺബേൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ ആ എരിച്ചിലും പോച്ചിലും പോയി എടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഹെൽമെറ്റ് ഇട്ടിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റും. കയ്യിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഇടാൻ പറ്റുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ജാക്കറ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക. മാക്സിമം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ പറ്റും. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഹൈഡ്രേഷൻ കൊണ്ട് നമുക്ക് കുറച്ച് ഈ എന്താ മറിഞ്ഞു വീഴുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിന് ഇടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പൊ അത്രയും കാര്യം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളലിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തതെന്ന് വെച്ചാൽ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത് അലോവേര ജെല്ലില്ലേ, അത് നമ്മൾ ഐസ് വയ്ക്കുന്നേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ അലോവേര ജെല്ല് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ലിനേക്കാളും ഞാൻ പറയും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കാൻ. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന അലോവേര ജെല്ല് ചിലപ്പോൾ കുറച്ച് മണം കാണും. ആ മണം നമ്മൾ മുറിഞ്ഞിരിക്കുന്ന ബാരിയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഒരു വേദന വരാനോ ഇറിറ്റേഷൻ വരാനും ചാൻസ് ഉണ്ട്. മാക്സിമം അലോവേര ജെൽ യൂസ് ചെയ്യുക വെള്ളം കൊണ്ട് കഴുകുന്നേക്കാളും. കാരണം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം ആ ഒരു എരിച്ചിൽ മാറി നമ്മൾ പെട്ടെന്ന് വെള്ളം അടിക്കുമ്പോൾ ഓൾറെഡി തൊലി ഇളവി ഇരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇതാവാൻ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഫസ്റ്റ് തന്നെ അലോവേര ജെല്ലിട്ട് അവിടെ ഒന്ന് കൂളാക്കിയ ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഓൾറെഡി ഡാമേജ് ആയ ഫേസിലെ സ്കിന്നിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ മാത്രം ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സെറമോ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എന്തെങ്കിലും സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ, അതായത് ക്ലെൻസർ, ഫേസ് വാഷിനെക്കാളും ഏറ്റവും നല്ലത് ഫേസ് ക്ലെൻസർ, സെറ്റാഫിലിൻ്റെ മിനിമലിസ്റ്റിൻ്റെ ഓട്സ് ക്ലെൻസറോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലെൻസർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മൈൽഡ് ആയിട്ടൊരു ഫേസ് ക്ലെൻസർ വരാൻ പറഞ്ഞ് അവർ തരും. നോർമലി അവർ തരാൻ പോണ സെറ്റാഫിലാണ്. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലെൻസർ വാങ്ങിക്കാം. രണ്ടാമത് നല്ല തിക്കായിട്ടൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മോയ്സ്ചറൈസർ കുറച്ച് തിക്കായാൽ മാത്രമേ നമുക്ക് ആ ബാരിയർ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ അപ്ലൈ, പിന്നെ നിങ്ങൾക്ക് നല്ല സിവിയർ ആയിട്ട് ബേൺ തോന്നുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡോക്ടറിനെ പോയി കാണേ വേണം. പിന്നെ വെള്ളം കൊണ്ട് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിക്കരുത്. കാരണം നമുക്ക് ഈ കുമിളായിട്ട് വരത്തില്ലേ, അങ്ങനെയാണെങ്കിൽ അത് പൊട്ടിക്കത്തില്ല. ഒരുപാട് നിങ്ങളായിട്ട് പൊട്ടിക്കരുത്, ഡോക്ടറിന്റെ അടുത്ത് പോവുക. അതിന് ഒരു സൈസ് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറായിട്ട് തന്നെ അത് പൊട്ടിച്ച് തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ട് വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരുത്. ടൂത്ത് പേസ്റ്റുകളൊന്നും വാരി ഇടരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ പൊങ്ങിയാലും പൊങ്ങിയില്ലെങ്കിലും ചൂട് വന്ന് ഇതായി കഴിഞ്ഞാൽ അപ്പോഴേ ചെയ്യുന്ന കാര്യം ടൂത്ത് പേസ്റ്റ് വാങ്ങിയിടല്, അതൊന്നും ചെയ്യരുത്. കാരണം അതൊക്കെ കൂടുതലായിട്ട് അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. അപ്പൊ അത്രയാണ് നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജിൽ നിന്ന് ചൂട് കാരണം പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്തയോ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ക്രീമുകൾ, സ്കിൻ വൈറ്റനിങ് ക്രീംസ്, ട്രെറ്റിനോൻ അങ്ങനെ പറഞ്ഞ ഇത് അല്ലാണ്ട് എന്തെങ്കിലും വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം നിർത്തുക. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് പറയാം എനിക്ക് വെളുക്കണം എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അത് നിങ്ങളുടെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ വെളുക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന കാര്യം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യും. ഞാൻ പറയാനേ എനിക്ക് പറ്റുള്ളൂ, സോറി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വൈറ്റനിങ് ക്രീംസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. രണ്ട് കാര്യം ഒന്നും കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാം നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റനിങ് ക്രീംസ് ഹൈഡ്രോക്വിനോണിനുണ്ട്, ട്രെറ്റിനോയിനുണ്ട്. ഇത് രണ്ടും സ്കിന്നിന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ നോർമലി അത് ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത്രയും ചൂടുള്ള സമയത്തും കൂടെ അത് ഇട്ടിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡാമേജ് ആവും. അപ്പൊ എന്തുണ്ടെങ്കിലും അത് നിങ്ങളിപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെയാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കണ്ടിട്ട് അത് എങ്ങനെ നിർത്താൻ പറ്റും നോക്കിയിട്ട് അങ്ങനെ നിർത്താം. പെട്ടെന്ന് നമുക്ക് നിർത്താനും പറ്റത്തില്ല. മോർണിംഗിൽ ഉപയോഗിക്കാതെ രാത്രി ഉപയോഗിച്ച് പതുക്കെ അതിന്റെ ഉപയോഗം മാക്സിമം നിർത്താൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക മറക്കരുത്. കാരണം എന്തായാലും ഈ ക്രീമുകൾ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കിൻ ഫോട്ടോ സെൻസിറ്റീവ് ആവും. നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സൺസ്ക്രീൻ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും. മാത്രമല്ല അവർ ഒരിക്കലും മോർണിംഗിൽ ഉപയോഗിക്കാൻ പറയത്തില്ല, നൈറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. അടുത്തത് ടാനിങ്. ഈ ടാനിങ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിവാളി പോരും. അത് ഞാൻ എടുത്തു പറയുന്നത് ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കാരണം, അതായത് നമ്മുടെ ബോഡിക്ക് അകത്തുണ്ടാകുന്ന എന്തെങ്കിലും റിയാക്ഷൻ കാരണം പെട്ടെന്ന് വെയിലത്തിറങ്ങുമ്പോൾ നമുക്ക് കറുപ്പ് വരികയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം മാത്രം കറുത്ത, ബോഡി എല്ലാം നാച്ചുറൽ കളറും ഫേസ് മാത്രം കറുക്കാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണാം. അതല്ല നോർമലി നിങ്ങൾക്ക് ടാൻ അടിച്ചാണെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസോ ക്രീംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സോ വാങ്ങിച്ചിട്ട് നൈറ്റ്ലി യൂസ് ചെയ്യുക, മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക.
പിന്നെ വീക്കിലി വൺസ് ഏതെങ്കിലും ഒരു കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുക. ഗ്ലൈക്കോളിക് ആസിഡ് പറയുമ്പോഴത്തേക്ക് ആരും പോയിട്ട് ഗ്ലൈക്കോ 12 വാങ്ങിക്കരുത്. ഗ്ലൈക്കോളിക് ആസിഡ് 6 വാങ്ങിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സിറം വാങ്ങിക്കുക. മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഗ്ലൈക്കോ 6 മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ അതല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് പീൽ, ഡോക്ടർ ഷെയ്ഡിലേക്ക് ലാക്ടിക് ആസിഡ് പീൽ ഉണ്ട്, അത് വാങ്ങിച്ചാലും മതി. പക്ഷെ അത് നമ്മൾ കെമിക്കൽ പീലിന്റെ രീതിയിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോ 6 ക്രീം വാങ്ങിക്കാം. പിന്നെ ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മോർണിംഗിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, നൈറ്റിൽ അത് യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ വീക്കിലി വൺസ് ഒരു കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യാം. കെമിക്കൽ എക്സ്ഫോളിയേഷനകത്ത് ഉണ്ടാവുന്നത് AHA, അതായത് ഈ ഗ്ലൈക്കോളിക് ആസിഡിന്റെ തന്നെ നല്ല കുറച്ച് കൂടിയത്, അതിന് കൂടെ ലാക്ടിക് ആസിഡ് കാണും, പിന്നെ സാലിസിലിക് ആസിഡ്, മെന്റലിക് ആസിഡ് കാണും, പിന്നെ PHAs ആണ്. ഇത് നമ്മുടെ ഈ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, ടാനിങ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് കെമിക്കൽ പീൽസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊന്ന് യൂസ് ചെയ്യാം. കെമിക്കൽ പീൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോ കൊടുക്കാം, അത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അതിനകത്ത് കുറച്ച് ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് റെക്കമെൻഡേഷൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ടാനിങ് വന്ന് നൈറ്റിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യും. പകൽ എന്ത് ചെയ്യും? പകൽ നിങ്ങൾക്ക് ഒന്നുകിൽ കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ സെറം യൂസ് ചെയ്യാം. ആൽഫ ആർബിറ്റിനും കോജിക് ആസിഡ് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ നൈറ്റും യൂസ് ചെയ്യും, ഡെയിലി യൂസ് ചെയ്യും, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയും ആൽഫ ആർബിറ്റിൻ മതി. കോജിക് ആസിഡ് നമുക്ക് ടാനിങ് മാറ്റാൻ കോജിക് ആസിഡ് പറ്റും, പക്ഷെ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യാം. കാരണം കോജിക് ആസിഡ് കുറച്ചും കൂടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനാണ് നല്ലത്. ഡിപ്പെൻസ്, ഏത് വേണമെങ്കിലും എടുക്കാം. കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ടാനിങ് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, ഈ 5 സാധനങ്ങൾ നമ്മൾ കൂടുതലും ടാനിങ് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ കോജിക്, ഇത് ഏത് സെലക്ട് ചെയ്താലും ഒരുപോലെയാണ്. പക്ഷെ ഒരുപാട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യാം. കുറച്ച് ടാനിങ്ങും കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അതനുസരിച്ച് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ബോഡിയിലോട്ട് വരുമ്പോഴും സെയിം കാര്യം തന്നെ ചെയ്യുക. കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ സെറം, നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്ന സെറം തന്നെ നമുക്ക് ബോഡിയിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് കയ്യിലൊക്കെ ടാനിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗ് നൈറ്റ് കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുഴപ്പമില്ല. പിന്നെ ഫേസ് ടാനിങ്ങും ബോഡി ടാനിങ്ങും ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡ് വീഡിയോ കൊടുക്കാൻ 2 അതൊന്ന് കണ്ടുപോയി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ടാനിങ്ങും പിന്നെ നമുക്ക് ചൂട് കാരണം ഉണ്ടാകുന്ന പൊള്ളൽ മാറ്റാൻ പറ്റുന്ന രീതികൾ. അടുത്ത 2 ഒന്ന് മെലാസ്മയും പിന്നെ ചെറിയ ചെറിയ ബ്രൗൺ കുത്തുകൾ. ഇത് ഞാൻ മോക്കുരിന്റെ കുത്തല്ല പറയുന്നത്, സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന കുത്തുകൾ. അപ്പൊ അതൊക്കെ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ മെലാസ്മ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും, ഞാൻ ഫോട്ടോ എടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മെലാസ്മ എന്ന് പറയുന്ന സാധനം അത് ഒരിക്കലും സൺ ഡാമേജ് കാരണം മാത്രമല്ല ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച്. നമ്മൾ സാധാരണ അടുപ്പത്തൊന്നുള്ള ചൂട്, മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാരണമാണ് നമുക്ക് കൂടുതൽ മെലാസ്മ വരുന്നത്. സൺ ഡാമേജ് വൺ ഓഫ് ദ റീസൺ ആണ് മെലാസ്മ വരാനായിട്ട്. പ്രത്യേകിച്ച് വരുന്ന കവളിന്റെ 2 ഭാഗത്തും മൂക്കിലും മൗത്തിന് ചുറ്റുമൊക്കെയാണ് കൂടുതലായിട്ട് മെലാസ്മ വരുന്നത്. സ്ത്രീകൾക്ക് ഒരു 30-40 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്, എന്നാൽ ആണുങ്ങൾക്കും കാണപ്പെടുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി കാണപ്പെടുന്നത് സ്ത്രീകൾക്കാണ്. എങ്ങനെ മെലാസ്മ മാറ്റാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോജിക് ആസിഡ് ആണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. പിന്നെ ആൽഫ ആർബിറ്റും ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ് ഒക്കെ നമുക്ക് കൂടെ യൂസ് ചെയ്യാം. അതിന്റെ കൂടെ വീക്കിലി 3 പ്രാവശ്യം ഗ്ലൈക്കോളിക് ആസിഡും ആഴ്ചയിൽ 1 പ്രാവശ്യം പീലിംഗ് സൊല്യൂഷനും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡാമേജസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സൺ ഡാമേജ് ഈ മെലാസ്മ അല്ലാണ്ട് പൊള്ളലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിൽ 3-4 ദിവസം റെറ്റിനോൾ ഉപയോഗിച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റും. പക്ഷെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ കോജിക് ആസിഡ് വെച്ചിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ, ഈ മെലാസ്മ മാറ്റാന്നുള്ള വീഡിയോ ഞാൻ ഐക്കാർഡ് കൊടുക്കാം, അതൊന്ന് കണ്ടുവെക്കാം. പക്ഷെ എന്നാലും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസറോ അങ്ങനെ ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഒരു കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. ഡെർമക്കോള 3 കോജിക് ആസിഡ്സ് ഏതെങ്കിലും ഒന്ന്, അവർക്ക് 3 വെറൈറ്റീസ് ഉണ്ട്. 3% ജെല്ല് ഉണ്ട്, 2% ക്രീം ഉണ്ട്, 2% സിറം ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ ഷെയ്ഡിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കോജിക് ആസിഡ് സെറംസോ ക്രീംസോ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മോർണിംഗിന്റെ കാര്യമാണെങ്കിൽ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. നൈറ്റിലോട്ട് വരികയാണെങ്കിൽ റെറ്റിനോളോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം, റെറ്റിനോളിന്റെയും ഗ്ലൈക്കോളിക് ആസിഡിന്റെയും കൂടെ കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറെ വ്യത്യാസം വരും. പക്ഷെ എന്തൊക്കെ വന്നാലും നിങ്ങൾ ആ ഒരു ഇപ്പോൾ സൺ കാരണമാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് എക്സ്പോഷർ വരാതിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ആ മെലാസ്മ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ചെറിയ റൊട്ടീൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് മൈൽഡ് ആയിട്ട് ചെറിയ ചെറിയ കുത്തുകൾ സൺ ഡാമേജ് കാരണം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാന്ന് പറയാം. അത് മാറ്റാൻ ഏറ്റവും നല്ലത് ആന്റി ഓക്സിഡൻസ് ആണ്. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് നമ്മൾ വിറ്റാമിൻ സി. അത് എപ്പോൾ യൂസ് ചെയ്യണം? മോർണിംഗിൽ
നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യണം. ബിഗിനർ ആണെങ്കിൽ 20% വാങ്ങിച്ച് യൂസ് ചെയ്ത് 15% യൂസ് ചെയ്ത് 5 to 10% ഇടയിലുള്ള ഒരു നല്ല വിറ്റാമിൻ സി സെറം, പ്ലമ്മിന്റെയോ അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു വിറ്റാമിൻ സി സെറം വാങ്ങിയിട്ട് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യുക. കാര്യം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റ് ആണ്, മാത്രമല്ല അത് വെയിലത്ത് നശിച്ചു പോണ സാധനം കൂടിയാണ്. സൺ പ്രൊട്ടക്ഷനോട് കൂടി വിറ്റാമിൻ സി യൂസ് ചെയ്താൽ വിറ്റാമിൻ സി വർക്ക് ചെയ്യും. അതല്ല നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഫലവും തരും. അതുകൊണ്ട് ഒരു വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ ആന്റി ഓക്സിഡന്റ് വരുന്ന കാരണം നമുക്ക് ഫ്രീ റാഡിക്കൽസിൽ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും വീണ്ടും ആ പിഗ്മെന്റേഷൻ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. വരുന്ന പിഗ്മെന്റേഷൻ ഒന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. കൂടെ നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്യണമെന്നില്ല, ആൽഫ ആർബിറ്റിനോ ടാനിക്സാമിക് ആസിഡ് ഏതെങ്കിലും ഒന്നി സെലക്ട്, ഏതെങ്കിലും കോജിക് ആസിഡ് വേണ്ടെന്നേ വരും. കാരണം കോജിക് ആസിഡ് എക്സ്ട്രീംലി ഹൈ പിഗ്മെന്റേഷൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. സിമ്പിൾ ആയിട്ടുള്ള ആൽഫ ആർബിറ്റിനോ ടാനിക്സാമിക് ആസിഡോ അസിലിക് ആസിഡോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പോട്ട് ഓൾറെഡി വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പോകും. പിന്നെ എക്സ്ട്രീം ആയിട്ട് ഇതായിട്ടുള്ള സ്പോട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് പോകും. പിന്നെ നിങ്ങൾ 24 ഏജിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ റെറ്റിനോളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൺ ഡാമേജ് കാരണം ഉണ്ടായ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് പോകും. അപ്പൊ എങ്ങനെ റൊട്ടീൻ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ രാവിലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം, വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നിൽ ഡ്രൈ ആയിട്ടിരിക്കും വിറ്റാമിൻ സി യൂസ് ചെയ്യാം. മുഖത്ത് നനവുണ്ടെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്ത് അതിന് ഉപയോഗം നശിച്ചു പോകും വിറ്റാമിൻ സി വെള്ളത്തിന്റെ ഇതിൽ. വിറ്റാമിൻ സി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാം. നൈറ്റിനേക്കാളും വിറ്റാമിൻ സി എപ്പോഴും നല്ലത് മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോളിന്റെ കൂടെ റെറ്റിനോൾ, ലാക്ടിക് ആസിഡ്, ഈ 4 കൂടെ ഒരിക്കലും വിറ്റാമിൻ സി ഉപയോഗിക്കരുത്. സ്കിൻ ചീത്തയായിപ്പോ, സ്കിന്ന് പീലിംഗ് ഒക്കെ വരും, സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പൊ വിറ്റാമിൻ സി എപ്പോഴും നിയാസിനമൈഡിന്റെ കൂടെയും കോജിക് ആസിഡിന്റെ കൂടെയും ആൽഫാർബിറ്റിന്റെ കൂടെയും ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, റെറ്റിനോളിന്റെ കൂടെ ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണമെങ്കിൽ കെമിക്കൽ പീൽ ചെയ്യാം. അല്ലാണ്ട് ആ ഒരു ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട് കെമിക്കൽ പീൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ആ ഒരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് ഒന്നും വന്നിട്ടില്ല, ദൈവം സഹായിച്ച് സൺസ്ക്രീൻ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നാ വീണ്ടും കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ സി അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ഏതെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഈ സൺലൈറ്റിൽ നിന്ന് യു വി ബി കൂടാതെ കുറെ ഫ്രീ റാഡിക്കൽസ് വരും. ഇത് നമ്മുടെ സ്കിന്നെ നല്ല അന്തസ്സായിട്ട് ഡാമേജ് ചെയ്യും. കാരണം ഇത് നമ്മുടെ സ്കിന്നെ വന്ന് വർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന്റെ ബോണ്ടൊക്കെ നശിപ്പിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി ആന്റി ഓക്സിഡന്റ് നമ്മുടെ സ്കിന്നിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിറ്റാമിൻ സി സെറമാണ് ഏറ്റവും ബെസ്റ്റ്. ആ വിറ്റാമിൻ സി യൂസ് ചെയ്യുക. കൂടെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ വീക്ക്ലി വൺസ് ഒരു കെമിക്കൽ പീൽ ചെയ്യുന്നത് നല്ലതാണ്, ടാനിങ് ഒക്കെ മാറ്റാനായിട്ട്. മാത്രമല്ല നിങ്ങളുടെ ക്യാപ്പ്, കൊട അങ്ങനെയുള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്ത് മാക്സിമം ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, കാർ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും കയ്യിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 11 മണി to 4 മണി വരെയുള്ള 2 വീലർ സഞ്ചാരം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എന്നാൽ സ്കിൻ കെയർ കൊണ്ട് മാത്രം സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. നല്ല ആന്റി ഓക്സിഡൻസ് കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും. സ്കിന്നിന് മാത്രമല്ല ഹെയറിന് സൺ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്കാൽപ്പിലും പ്രശ്നം ഉണ്ടാവും. മാക്സിമം ക്യാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് ഇതാവും. പുറത്ത് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടാൻ ശ്രദ്ധിക്കുക. പിന്നെ കവർ ചെയ്യാൻ എന്തെങ്കിലും ഷോളോ കൊണ്ട് ഹെയർ കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ സൺ ഡാമേജിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടാൽ മാത്രം പോരെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സ്കിൻ കെയർ ആണ് ഒരു വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.